Morning. Good morning, sir. കാണുന്നില്ല. 12 എത്ര പേരുണ്ടോ? 15 പേരോ? 13 പേര്. 13 എത്ര പേരുണ്ട്? പോയ്സ് ബേബി. പോയ്സ് എന്താണ്? പയസ് അല്ലേ? പയസ് ഉണ്ടോ? സാർ ഉണ്ട് സാർ. ഫുൾ നെയിം എന്താണ്? പയസ് ബേബി ജോൺ. അവധിയെ കാണുന്നുള്ളൂ. ഓക്കെ. സൽമാൻ ഉണ്ട് സാർ. ഹലോ, ഉണ്ട് സാർ. ഓക്കെ ഓക്കെ. സനൂബ് ഉണ്ട് സാർ. ഹലോ. ഓക്കെ. ഷൈൻ വി ജോസ് അല്ലേ? ഷൈൻ വി ജോസ് ഉണ്ടോ? ഉണ്ട് സാർ. ഉണ്ട് സാർ. ഓക്കെ. സിദ്ധാർത്ഥ് ഉണ്ടോ? സിദ്ധാർത്ഥ് ഉണ്ടോ? ഉണ്ട്. 2 പേരുണ്ടോ? സിദ്ധാർത്ഥ് 3 പേരുണ്ട്. 3 സിദ്ധാർത്ഥ് ഉണ്ടല്ലോ. 79. അടുത്ത ആളുടെ ഇയാളുടെ പേരെങ്ങനെയാടോ? ഉമ്മൈസിറോ? പതിയുള്ളൂ, ഇത്രയും കിട്ടിയുള്ളൂ. എന്താണ് ഈ പേര്? ഉണ്ടോ? 85 നമ്പർ 85. 84 ടോംസി. ഹലോ സാർ. ഹലോ സാർ. ഓക്കെ ഹലോ. ഓക്കെ ഓക്കെ. ഞാൻ പേര് വിളിച്ചതേ ഉള്ളൂ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? 88 വിനീത്. ഉണ്ട് സാർ, ഉണ്ട്. ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ സാറേ, കേൾക്കുന്നുണ്ടോ? യെസ്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് സൗണ്ട് കുറവാണോ? സോറി സാർ, അതിന്റെ ചേട്ടൻ. ചേട്ടനോട് അവിടെ വെറുതിരിക്കാൻ പറയും. ചേട്ടനോട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഏത് കൃഷ്ണ ഉണ്ടോ? ഏത് കൃഷ്ണ ഉണ്ടോ? ഏത് കൃഷ്ണ? ഓക്കെ. രാവിലെ ബാക്കിയുള്ളവരെ വിളിക്കാം ഇടയ്ക്ക്. ഓക്കെ. നമ്മൾ ഇന്നലെ അവസാനം ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? You can continue from that point. എന്താണ് ലാസ്റ്റിലെ പറഞ്ഞത്? അവസാനം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി പോയി. ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? ഉള്ളവര് പറയൂ, എന്താണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്? എല്ലാവരും മിണ്ടാതിരിക്കുവാണ്. Operating on constant speed characteristic curve. So we were discussing the characteristics curves of turbines. The characteristic curves നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ 3 ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് കർവ്സിന്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 3 കാറ്റഗറി പറഞ്ഞത്? What are the types of characteristic curves of a turbine? Anyone? 3 ടൈപ്പ് പറഞ്ഞു. ആ 3 ടൈപ്പ് ഓരോ ടൈപ്പിലെ
എന്താണ് ഓരോ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴാണ് സ്റ്റോപ്പ് ആയതെന്ന് തോന്നുന്നു. ഏതാണ് 3 കാറ്റഗറി പറഞ്ഞത്, 3 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് പറഞ്ഞത്? ഏതാണ്? സാർ ബെൽറ്റൺ വീല് നോ അതല്ല. അത് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോയപ്പോഴാണ് പെൽറ്റൺ ഫ്രാൻസിസ് എന്നൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞു. ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ 3 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സ്. അത് ആ ഓരോ ടൈപ്പിലും പെൽറ്റന്റെയും ഫ്രാൻസിസ് ഒക്കെയാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ 3 കാറ്റഗറി പറയണം. ഏതൊക്കെയായിരുന്നു അത്? ഏതൊക്കെ രീതിയിലാണ്? റൈറ്റ്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ്. മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ടർബൈൻസ്, ആക്ച്വൽ ടർബൈൻ അല്ലെങ്കിൽ അതിന്റെ മോഡൽ, they will be tested under different conditions. അതിന്റെ പർപ്പസ് നമ്മൾ പറഞ്ഞു എന്തിനാണ് ഈ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് പ്ലോട്ട് ചെയ്യുന്നത്? എന്തിനാണ്? ഡിസൈൻ കണ്ടീഷൻസ് in order to predict the behavior of the turbine at different operating conditions. നമുക്ക് ഒരു ടർബൈന്റെ ഡിസൈൻ കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ അറിയുന്നത്. ഡിസൈൻ കണ്ടീഷൻസിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ദാറ്റ് ഈസ് ദി മാനുഫാക്ചറർ കണ്ടീഷൻ, മാനുഫാക്ചറർ ഡാറ്റ we have with us. But if it is operated at other conditions, we should be able to predict its behavior. അപ്പോൾ അതിന് വേണ്ട യൂസ്ഫുൾ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടർബൈൻ ടെസ്റ്റിംഗ് നടത്തുന്നത്. ടർബൈൻ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ആക്ച്വൽ ടർബൈൻസിലേക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ മോഡൽസ് ക്രിയേറ്റ് ചെയ്ത്. കാരണം നമുക്ക് ആക്ച്വൽ ടർബൈനിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കെയിൽ ഡൗൺ മോഡൽസ് കാണും. ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള ടർബൈൻ നമുക്ക് അതിന്റെ എന്ത് ചെയ്യാം, ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ആ റിസൾട്ട്സ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യും. അതായത് അവിടെ മെയിൻലി വരുന്ന എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു. നമ്മൾ എന്താണ് സ്പീഡ്, പവർ, ഡിസ്ചാർജ്, ഹെഡ്, efficiency. These are the parameters that normally we use to monitor the performance of the turbine. അപ്പോൾ ഇതില് ഈ പ്ലോട്ടിൽ നമ്മൾ അതിനു മുമ്പ് വേറെ കാര്യം പറഞ്ഞു, യൂണിറ്റ് ക്വാണ്ടിറ്റീസ് ഡിഫൈൻ ചെയ്തു. യൂണിറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. അപ്പൊ ഈ പ്ലോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ യൂണിറ്റ് ക്വാണ്ടിറ്റീസ് കുറച്ചുകൂടി നമ്മൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസൾട്ട്സ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് will be more convenient to express these parameters in terms of unit quantities. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് ഏതൊക്കെയെന്ന് പറയുന്നത് 3 കാറ്റഗറി കേഴ്സാ പറയുന്നത്. ഒന്ന് കോൺസ്റ്റന്റ് ഹെഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, അതായത് ടർബൈൻസ് ഹെഡ് കോൺസ്റ്റന്റ് വെച്ചുകൊണ്ട് യു ക്യാൻ റൺ ദ ടർബൈൻ അറ്റ് ഡിഫറെന്റ് സ്പീഡ്സ്. അപ്പോൾ ഇവിടെ വാരി ചെയ്യുന്ന പാരാമീറ്റേഴ്സ് നോർമലി നമുക്ക് വാരി ചെയ്യാൻ പറ്റുന്ന ഹെഡ് വാരി ചെയ്യാം, അതിന്റെ സ്പീഡ് വാരി ചെയ്യാം, ഡിസ്ചാർജ് വാരി ചെയ്യാം. ഇതൊക്കെ വാരിയബിൾ ക്വാണ്ടിറ്റീസ് ആണ്. പിന്നെ നമ്മൾ ഈ ക്വാണ്ടിറ്റീസ് ആണ് ഈ പാരാമീറ്റേഴ്സ് വാരി ചെയ്തിട്ട് നമ്മൾ we can calculate the power that the turbine generates, and we can also determine the efficiency of the turbine in that condition. അപ്പോൾ നമ്മൾ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ഹെഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്നലെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് എന്ന് പറയും. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് എന്ന് പറയുന്നതിൽ എന്താണ്? നമ്മൾ സ്പീഡാണ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നത്. സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. എല്ലാ ടെസ്റ്റ് റൺസിലും ഒരേ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അവിടെ ഹെഡ് വേണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കാം, അല്ല ചില കേസിൽ ഹെഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, ചില കേസിൽ ഹെഡ് വാരി ചെയ്യാം. അവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഡിഫറെന്റ് ഡിസ്ചാർജസ്, ഡിഫറെന്റ് ഫ്ലോ റേറ്റ്സിന് നമ്മൾ സ്പീഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. എല്ലാ ഫ്ലോ റേറ്റ്സിലും ഇതിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കേഴ്സ് ആണ്. ഈ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കേഴ്സ് നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ആ ടെസ്റ്റ് ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺസ്റ്റന്റ് എഫിഷ്യൻസി, അതായത് ഐസോ എഫിഷ്യൻസി കേഴ്സ് പ്ലോട്ട് ചെയ്യാം. ഈ 3 ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് ആണ് നമ്മൾ ടർബൈന്റെ കേസിൽ പറയുന്നത്. അതിൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് പറഞ്ഞപ്പോഴാണ് നമ്മൾ പെൽറ്റൺ ടർബൈൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് ഡിസ്കസ് പറഞ്ഞു. പിന്നെ ഫ്രാൻസിസ് ടർബൈന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് കേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ കെപ്ലാൻ ടർബൈന്റെ ക്യാരക്ടറിസ്റ്റിക്, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സ്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സിൽ നമ്മൾ 2 ടൈപ്പ് ക്യാരക്ടറിസ്റ്റിക് കേഴ്സിന്റെ കാര്യം പറഞ്ഞു. ഒന്ന് ലോഡ് വേഴ്സസ് എഫിഷ്യൻസി ക്യാരക്ടറിസ്റ്റിക് കേഴ്സ്, ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു.
പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡിസ്ചാർജ് വേഴ്സസ് എഫിഷ്യൻസി അല്ലെങ്കിൽ ഡിസ്ചാർജ് വേഴ്സസ് ഔട്ട്പുട്ട്. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവിന്റെ എക്സ്പ്ലനേഷൻ വന്നപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ ഇതില് യു ക്യാൻ സി ഈ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ഇവിടെ നോക്കുക. ഇവിടെ ഈ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫൈനലി നമുക്ക് കിട്ടുന്ന ഇതാണ്. ഇവിടെ ഈ ഒരു നെക്സ്റ്റ് ഈ സ്ലൈഡിൽ കാണുന്ന ഇതാണ് കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ് എന്ന് പറയുന്നത്. ഈ പ്ലോട്ട് അവിടെ ഈ കുറെ കേർഡ് ആയിട്ട് വരച്ചിരിക്കുന്ന ഉണ്ടല്ലോ, അത് ഓരോ കർവും ഓരോ എഫിഷ്യൻസി ലൈനിനെ റെപ്രസെന്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഏറ്റവും അകത്തുള്ള η1 എഫിഷ്യൻസി, നെക്സ്റ്റ് കർവ് ഈസ് η2, ബ്ലൂ ലൈൻസിൽ കാണുന്നത് η3, η4, η5. So these are the constant efficiency curves. അപ്പോൾ ഈ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ടെസ്റ്റ് ഡാറ്റ വി ഹാവ് ദിസ്. ഇവിടെ നോക്കുക, ഈ സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി, അതുപോലെ സ്പീഡ് വേഴ്സസ് ഡിസ്ചാർജ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ആണ്. അതായത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറയുന്നത് സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി. നമ്മൾ സ്പീഡ് വാരി ചെയ്തത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ആണ്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് കിട്ടുന്ന ആ റിസൾട്ട്സ് കിട്ടുന്നത്. അപ്പൊ ഈ റിസൾട്ട്സിൽ നിന്നാണ് നമ്മൾ ആ കോൺസ്റ്റന്റ് എഫിഷ്യൻസി കർവ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് ഏറ്റവും ഈ ഫിഗറിന്റെ ബോട്ടം ഫിഗർ, ഇത് താഴെയുള്ള ഫിഗർ എന്ന് പറയുന്നതാണ് സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി. ഈ സ്പീഡ് വേഴ്സസ് എഫിഷ്യൻസി നോർമലി നിങ്ങൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് ഇതാണ്. അത് പാരബോളിക് ഷേപ്പ് ആയിരിക്കും എപ്പോഴും. എഫിഷ്യൻസി കർവ് എന്ന് പറയുന്നത് മിക്കവാറും പാരബോളിക് ഷേപ്പ് ആണ്. അത് ദാറ്റ് വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് 0. അതായത് സ്പീഡ് when it is idle, efficiency is 0. And it has a maximum at some point, thereafter it drops. അപ്പോൾ ഇതാണ് നോർമൽ ഒരു എഫിഷ്യൻസി കർവിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ അബ്സിസ എന്ന് പറയുന്നത് സ്പീഡാണ്. അത് സ്പീഡാണ് ഇവിടെ വേരിയബിൾ പാരാമീറ്റർ. ഓർഡിനേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് എഫിഷ്യൻസിയാണ്. ഇവിടെ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പീഡ് എടുക്കും. സപ്പോസ് യു ടേക്ക് എനി പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ദി എഫിഷ്യൻസി. ഇവിടെ ഏതെങ്കിലും ഒരു എഫിഷ്യൻസി വാല്യൂ ഞാൻ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഇവിടെ നോക്കുക, ഒരു ഈ വാല്യൂ തന്നെ എടുക്കുക. ദിസ് വാല്യൂ, ഇത് ഇവിടെ η3 എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് η3 ഹിയർ. സപ്പോസ് ഇഫ് യു ടേക്ക് ദിസ് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ദി എഫിഷ്യൻസി, വാട്ട് യു ക്യാൻ സീ ഹിയർ ഈസ് ഈ എഫിഷ്യൻസി വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ കർവിന്റെ ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അതാണ് ഈ രണ്ട്. അതായത് ഈ പെർട്ടിക്കുലർ എഫിഷ്യൻസി η3 എഫിഷ്യൻസി കറസ്പോണ്ടിങ് ആയിട്ട് യു ഹാവ് 2 വാല്യൂസ് ഓഫ് സ്പീഡ്. ഒരു സ്പീഡ് ഇവിടെ വരും n3 ആണെങ്കിൽ, രണ്ടാമത്തെ സ്പീഡ് ഈ സ്പീഡിനും അതേ എഫിഷ്യൻസിയാണ് വരുന്നത് n3'. സോ യു ഹാവ് 2 വാല്യൂസ് ഓഫ് സ്പീഡ് കറസ്പോണ്ടിങ് ടു 1 പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എഫിഷ്യൻസി. അപ്പൊ ഇത് എവിടെ എടുത്താലും അങ്ങനെയാണ്. ഇപ്പൊ വേറെ ഒരു ഹയർ എഫിഷ്യൻസി η2 എടുത്തേക്ക് നോക്കുക. ഇവിടെ η2 എടുത്തു, ഇവിടെ വേറെ കാണിച്ചിട്ടുണ്ട്. അവിടെ എടുത്തു കഴിഞ്ഞാലും ഇഫ് യു ടേക്ക് ദിസ്, അവിടെ എടുത്തു കഴിഞ്ഞാൽ 2 വാല്യൂസ് വരുന്നുണ്ട്. ഒരു വാല്യൂ ഇവിടെ വരും, ഒരു വാല്യൂ ഈ സ്പീഡ് കറസ്പോണ്ടിങ് ആയിട്ട്. എക്സെപ്റ്റ് അറ്റ് ദി ടോപ്പ്, ഈ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യു ഹാവ് ഓൺലി 1 സ്പീഡ്. ബാക്കി എല്ലാ ഇതിനും 2 സ്പീഡ് പറയാൻ പറ്റും നമുക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ സ്പീഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്പീഡ് വാരി ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്ചാർജ് വാരി ചെയ്തിട്ടാണ്. അപ്പൊ നമ്മള് ടർബൈൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ വാരിയിങ് ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അഡ്മിറ്റഡ് ഇൻ ടു ദ റണ്ണർ. അപ്പൊ ഈ ഓരോ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡിസ്ചാർജ് വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് ഇവിടെ ലോവർ സ്പീഡ് ആണെങ്കിൽ ഡിസ്ചാർജ്, ഇപ്പൊ ഈ ഇതിന്റെ എഫിഷ്യൻസി കർവിന്റെ ടോപ്പിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിലെ സ്പീഡും വൈ ആക്സിസിന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തത്. അപ്പൊ ഇത് η3 ആണെങ്കിൽ, η3 എഫിഷ്യൻസി ആണെങ്കിൽ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് Q3. അതുപോലെ ഇവിടെ η3യുടെ അതേ എഫിഷ്യൻസി ഉള്ള രണ്ടാമത്തെ പോയിന്റ് ഇതാണെങ്കിൽ, η3' ഇതാണെങ്കിൽ, സോറി n3' സ്പീഡ് അതാണെങ്കിൽ ഇവിടെ വരുന്നത് Q3' ആയിരിക്കും ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇത് വിൽ ബി Q3'. ഓക്കെ. അപ്പൊ ഇവിടെ അപ്പൊ അങ്ങനെ നമുക്ക് ഡിഫറെന്റ് പോയിന്റ്സ് യു ക്യാൻ ഒബ്റ്റെയിൻ ലൈക്ക് ദിസ്. ഈ കർവിൽ നിന്ന് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ഡിസ്ചാർജ് വാല്യൂസ് കിട്ടും. അങ്ങനെ ഓരോ എഫിഷ്യൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള η3, അതുപോലെ η2, η1, യു വിൽ ബി ഗെറ്റിംഗ് എ നമ്പർ ഓഫ് പോയിന്റ്സ് ഹിയർ. ആ പോയിന്റ്സ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ട് വി ഗെറ്റ് ഈസ് സ്പീഡ് വേഴ്സസ് ഡിസ്ചാർജ് ഫോർ
പെർട്ടിക്കുലർ. അപ്പൊ ഇത് നമ്മൾ ഈ പ്ലോട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പണിങ്സ് വാല്യൂ ചെയ്യാം. ഗേറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് അതിന്റെ ഗൈഡ് വെയിൻസ് ആണെങ്കിൽ ഗൈഡ് വെയിൻസിന്റെ ഓപ്പണിംഗ് വി ക്യാൻ കീപ് ഇറ്റ് ഫുള്ളി ഓപ്പൺ ഓർ ഹാഫ് ഓപ്പൺ, അല്ലെങ്കിൽ 1/4 3/4 ഓപ്പൺ, 1/4 ഓപ്പൺ. ഈ 4 ഡിഫറെന്റ് ഗേറ്റ് വാൽവിന്റെ ഗേറ്റ് ഓപ്പണിംഗ് പൊസിഷൻസിന് നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതുപോലെ വാല്യൂസ് കിട്ടും. അപ്പോൾ ഇതുപോലെ വാല്യൂസ് കിട്ടും. ആൻഡ് യു ക്യാൻ ഹാവ് ദിസ് എൻ വേഴ്സസ് ഡിസ്ചാർജ് കറസ്പോണ്ടിങ് ടു ഡിഫറെന്റ് ഗേറ്റ് ഓപ്പണിങ്സ്. ഇവിടെ നോക്കുക, ഇത് ഏറ്റവും ടോപ്പിൽ വരച്ചിരിക്കുന്ന പിങ്ക് ലൈൻ എന്ന് പറയുന്നത് ഫുൾ ഗേറ്റ് ഓപ്പണിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ വേഴ്സസ് ഡിസ്ചാർജ് ലൈനാണ്. അതിന്റെ താഴെ ഇരിക്കുന്നത് 3/4 ഗേറ്റ് ഓപ്പണിങ്ങിന്റെ ലൈനാണ്. So this is the N versus discharge for half gate opening, and the bottom line that you can see here is the N versus discharge corresponding to 1/4 gate opening. അപ്പോൾ ഇത് ഈ ഓരോ ഇതിലെ നമുക്ക് ഇനി ഇവിടെ ഐസോ എഫിഷ്യൻസി കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും ഇപ്പൊ η2 ഇപ്പൊ സപ്പോസ് η5 എടുത്തു കഴിഞ്ഞാൽ ഇതിലെ η5 ഇതായിരിക്കും. ഓരോ ഇതിലുള്ള കറസ്പോണ്ടിങ് എഫിഷ്യൻസി സെയിം എഫിഷ്യൻസി പോയിന്റ്സിനെ ഞാൻ പ്ലോട്ട് ചെയ്ത് അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദി കോൺസ്റ്റന്റ്. ഈ ഓരോ പോയിന്റ് ഓരോത്തിലുള്ള η5 എന്നുള്ള പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് the efficiency curve corresponding to η5. Similarly, I can obtain other efficiency curves like this. ഇതാണ് ഐസോ. അപ്പോൾ ആ രീതിയിലാണ് ഇത് ഐസോ എഫിഷ്യൻസി കർവ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ബ്ലൂ ലൈനും ഓരോ എഫിഷ്യൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവാണ്. അതുകൊണ്ടാണ് ഇതിനെ ഐസോ എഫിഷ്യൻസി കർവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മുഷൽ കർവ്സ്. മുഷൽ കർവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഇസ് because of the shape of that curve. Mushal എന്ന് പറയുന്നത് it means shell, indicating the shape. So this is how a constant efficiency curves ആണ് നമ്മൾ ഐസോ എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ പറയുന്നത്. So these are the characteristic curves of a turbine. അപ്പോൾ 3 ടൈപ്പ് characteristic curves ഏതൊക്കെയെന്ന് ഓർത്തിരിക്കുക. ഒന്ന് മെയിൻ characteristic curve which is obtained by running the turbine at constant head. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ആണ്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ റണ്ണിംഗ് ദി ടർബൈൻസ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഐസോ എഫിഷ്യൻസി കർവ്സ്. So these are the types of characteristic curves of a turbine. Okay. Now we want to the next topic, which is on model testing. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് മോഡലും പ്രോട്ടോടൈപ്പും എന്താണെന്നുള്ളത്. എന്താണ് മോഡലും പ്രോട്ടോടൈപ്പും തമ്മിലുള്ള വ്യത്യാസം? സ്ലൈഡിൽ തന്നെ ഉണ്ട്. എന്താണ് മോഡൽ ആൻഡ് വാട്ട് ഈസ് എ പ്രോട്ടോടൈപ്പ്? മോഡൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇത്. മോഡൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു എന്താ? പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കുള്ള ഹലോ വാട്ട് ഈസ് എ പ്രോട്ടോടൈപ്പ്? അവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കൂ. എന്താണ് പ്രോട്ടോടൈപ്പ്? ഈസ് ദി ആക്ച്വൽ സ്ട്രക്ചർ. ആക്റ്റീവ് ടർബൈൻ ആണ് നമ്മൾ എടുക്കുന്ന, നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെഷീൻ ടർബൈൻ ആണ്. ആക്ച്വൽ ടർബൈൻ എന്തോ അതിനെ നമ്മൾ പ്രോട്ടോടൈപ്പ്. അതായത് ദാറ്റ് സ്ട്രക്ചർ ഇൻ ട്രൂ സൈസ് എന്താണോ അതിന്റെ നമുക്ക് വേണ്ട റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള അതിന്റെ സ്ട്രക്ചറിനെയാണ്. ഇപ്പൊ നമ്മൾ ഒരു 20 മെഗാവാട്ടിന്റെ ഒരു പവർ പ്ലാന്റ് ആണെങ്കിൽ ആ 20 മെഗാവാട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ച്വൽ ടർബൈൻ എന്താണോ അതിനെ നമ്മൾ എന്ത് പറയും? പ്രോട്ടോടൈപ്പ് എന്ന് പറയും. മോഡൽ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സ്കെയിൽഡ് വേർഷൻ ആണ്. അതിന്റെ അപ്പൊ നമ്മൾ ടർബൈൻ ടെസ്റ്റ് ചെയ്യും. നമ്മൾ ഇത് പറഞ്ഞു ചില സമയത്ത് നമുക്ക് ടെസ്റ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഈ ടെസ്റ്റിംഗ് നടത്തുന്ന നമുക്ക് ഒന്നുകിൽ ആക്ച്വൽ ടർബൈനിൽ നമുക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒത്തിരി കോസ്റ്റ്ലി ഉള്ള കാര്യമാണ്. നമുക്ക് ആക്ച്വൽ മെഷീനിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് വളരെ കോസ്റ്റ്ലിയർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അത്രയും വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് റിക്വയർഡ് വി ക്യാൻ റെഡ്യൂസ് ബൈ
കണ്ടക്ടിങ് ദി ടെസ്റ്റ് ഇൻ എ മോഡൽ. അല്ലെ, നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് അത്രയും പൈസയുടെ ചിലവുണ്ട്, കോസ്റ്റ് ഇൻവോൾവ്, അതുപോലെ ഹ്യൂമൻ പവറിന്റെ ആവശ്യമുണ്ട്, ടൈമിന്റെ യൂസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടക്ട് ദ സെയിം ടെസ്റ്റ് ഇൻ എ ജോമെട്രിക്കലി സിമിലർ ടർബൈൻ. അപ്പൊ അതിന്റെ ജോമെട്രിക്കലി സിമിലർ ടർബൈനാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും, ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു അതിന്റെ ചെറിയൊരു വേർഷൻ എന്ന് പറയും. ചെറുത് തന്നെ ആവണമെന്നില്ല. മോഡൽ എന്ന് പറയുന്നത് സ്കെയിൽ ഡൗൺ തന്നെ വേർഷൻ തന്നെ ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി എ സ്കെയിൽഡ് അപ്പ് വേർഷൻ ആൾസോ. എന്ന് ചിലപ്പോൾ നമ്മുടെ കമ്പോണന്റ്, ഇപ്പൊ നമ്മൾ ടർബൈന്റെ കേസ് പറയാം, ടർബൈൻ എന്ന് പറയുന്നത് ബിഗർ സ്ട്രക്ചർ അല്ലെ, വലിയൊരു യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ വലിയൊരു മെഷീൻ ആണ് ടർബൈൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ആക്ച്വലി നമ്മളിപ്പോ ഒരു ചിപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു ഡിവൈസ്, വളരെ വളരെ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്, അതിന്റെ സൈസ് ആക്ച്വൽ സൈസ് വളരെ കുറവുള്ള ഒരു സാധനമാണ്. ആ കുറവുള്ള ഒരു ഡിവൈസിൽ നമുക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, വളരെ മിനിയേച്ചർ ആയിട്ടുള്ളത്. അപ്പൊ അതിന് അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം അത്രയും ആക്യുറസി കിട്ടുന്ന, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷർമെന്റ്സ് തരുന്ന സെൻസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ നമുക്ക് ആ ആക്ച്വൽ സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ സൈസ് ചെറുതാണെങ്കിലും അതിന്റെ ട്രൂ സൈസ്, അതിന്റെ മോഡൽ നമ്മൾ എന്ത് ചെയ്യും, ബിഗർ സൈസിൽ നമ്മൾ ചെയ്യും. സോ ദാറ്റ്, അപ്പൊ ആ രണ്ട് രീതിയിലും ആവാം. Model is not necessarily a smaller sized one. It can sometimes you may require a model of bigger size than that prototype. The model നമ്മൾ ചെയ്യുന്നതിനാണ് to conduct the tests so that you will get some data, then you can analyze that data. അപ്പോൾ ഈ മോഡൽസിനെ യൂസ് ചെയ്തിട്ടുള്ളതിനെ നമ്മൾ സ്റ്റഡിയാണ് നമ്മൾ മോഡൽ അനാലിസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മോഡൽ ടെസ്റ്റിംഗ് നമ്മൾ ആവശ്യമാണ്. മോഡൽ ടെസ്റ്റിംഗ് ആവശ്യം എന്ന് വെച്ചാൽ വി നീഡ് ടു കമ്പയർ ദ ടർബൈൻസ് പെർഫോമൻസ് ബൈ ഗെറ്റിംഗ് ദ ഡാറ്റ. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സിമിലാരിറ്റി പഠിച്ചിട്ടുണ്ട്. സിമിലാരിറ്റി എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സിമിലാരിറ്റി. So the three types of similarity: geometric similarity, kinematic similarity, dynamic similarity. എന്താണ് ഇത് മൂന്നും? മോഡലും പ്രോട്ടോടൈപ്പ്, കംപ്ലീറ്റ് സിമിലാരിറ്റി എന്ന് പറയുന്നത് മൂന്നും നമ്മൾ പറയും. എന്താ ജോമെട്രിക് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ? If two machines are geometrically similar, what does it mean? The ratios of the corresponding dimensions in the ratios equal ആയിരിക്കും. The length of the prototype by length of the model will be equal to width of the prototype by width of the model, which will be equal to breadth of the prototype by breadth of the model. അപ്പോൾ ആ corresponding dimensions in the ratio equal ആയിരിക്കും. Kinematic similarity ആണെങ്കിലോ നമ്മൾ എന്താണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ഡൈനാമിക് സിമിലാരിറ്റി ആണെങ്കിലോ ബാക്കി രണ്ടിലും എന്തുവാണ്? നമ്മളത് പഠിച്ചതല്ലേ, മോഡൽ ടെസ്റ്റിംഗ് പഠിച്ചതല്ലേ, ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചാണോ? വെലോസിറ്റി റേഷ്യോസ്, കറസ്പോണ്ടിങ് പോയിന്റ്സിന്റെ വെലോസിറ്റി റേഷ്യോസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഏതില്? കൈനമാറ്റിക് സിമിലാരിറ്റിയില്. ഡൈനാമിക് സിമിലാരിറ്റി ആണെങ്കിൽ ഡയമെൻഷൻസ്, വെലോസിറ്റി. ഇനി അടുത്ത ഏതാ? ഡൈനാമിക് സിമിലാരിറ്റിയിൽ നമ്മൾ എന്താ ഇക്വേറ്റ് ചെയ്യുന്നത്? The force acting at the corresponding points of the model and prototype, that will be equated. അപ്പൊ ഇത് സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടേംസ് എപ്പോഴും പറയുന്നതാണ്. Now, if you have two turbines which are geometrically similar, then we can use certain dimensional parameters to compare their performance. അല്ലെങ്കിൽ നമുക്ക് മോഡൽസിലെ വാല്യൂസ്, ഒരു ടൈപ്പ് ഓഫ് ടർബൈൻ, ഒരു ടർബൈനിൽ വാല്യൂസ് അറിയാം, അതിന്റെ പവറും ഹെഡും സ്പീഡും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ആ ടർബൈന് ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള വേറെ ടർബൈൻ ഉണ്ടെങ്കിൽ അതിന്റെ പവറും ഹെഡും സ്പീഡും എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് സർട്ടൈൻ ഡയമെൻഷൻലെസ് പാരാമീറ്റേഴ്സ്. അപ്പൊ അങ്ങനെ കോഎഫിഷ്യൻസ്, അങ്ങനെയുള്ള 2-3 കോഎഫിഷ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കോഎഫിഷ്യന്റ് ഹെഡ് കോഎഫിഷ്യന്റ്. അപ്പൊ ഇത് എന്താ? ഇത് ഹെഡ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഈ ഇക്വേഷൻ ആണ്, അതായത് h/n²d². ദിസ് ഇസ് കോൾഡ് ആസ് ഹെഡ് കോഎഫിഷ്യന്റ്. CH. See here. So this is denoted as head coefficient CH.
അപ്പോൾ അത് ഡിറൈവ് ചെയ്യാനായിട്ട് again we will use the same relations what we know for the blade speed. U എന്ന് പറയുന്നത് proportional to root h. U proportional to root h. Then second thing, U proportional to dn. അല്ലേ? ഇതെല്ലാം നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതായത് വെലോസിറ്റിയുടെ ബ്ലേഡ് സ്പീഡിന്റെ രണ്ട് റിലേഷൻസ്, ഒന്ന് ഇൻ ടേംസ് ഓഫ് ഹെഡ്, സെക്കൻഡ് in terms of diameter and speed. So these two if you have, you can combine and say root h or a dn proportional to. From this we can say dn proportional to root h, or you can write this n proportional to root h by d, or nd proportional to root h, nd proportional to root h, or simply you can say root h by nd is a constant. Or if you square it, you will be getting h by n square d square. ഇതിന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ h by n square d square, a constant. So this is the term called, or this parameter is called head coefficient. ഇതൊരു മോഡൽ ടെസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ്. The second parameter is flow coefficient or capacity coefficient, CQ. രണ്ടാമത്തെ പാരാമീറ്റർ, ഒരു പാരാമീറ്റർ ഹെഡ് കോഎഫിഷ്യന്റ് പറഞ്ഞു മോഡൽ ടെസ്റ്റ്, രണ്ടാമത്തെ പാരാമീറ്റർ നമ്മൾ പറയുന്നത് കപ്പാസിറ്റി ഓർ ഫ്ലോ കോഎഫിഷ്യന്റ്. So to derive it, we have this relation for discharge. Discharge എന്താണ്? Flow area multiplied by flow velocity. And what is this flow area? Flow area നമ്മൾ ടർബൈന്റെ കേസിൽ പൈ ഡി ബി അല്ല, ഡി എന്ന് പറഞ്ഞ റണ്ണർ ഡയമീറ്റർ, ബി റണ്ണറിന്റെ വിഡ്ത്ത്. Again I can say so area proportional to db, and again d and b are proportional. Diameter b breadth proportional ആണ്. So I can say area proportional to d square. That is how written here. Area proportional to d square. Then this flow velocity, again you can express the flow velocity in terms of root h. That means flow velocity is proportional to root h. Head in a proportional ആണ്, root of head in a proportional ആണ്. Now you can combine these two, area and velocity relation, to obtain relation for discharge. Combine ചെയ്താൽ എന്താ കിട്ടുക? Q proportional to d square root h, or this you can write, you can bring it to the side and write okay. Now you can apply the what relation that you got earlier. ഇവിടെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, dn proportional to root h. From that you substitute or replace this h, dn proportional to root h. The root h ന് പകരം dn ഇടാം. This is what done here. So that finally what you have is q proportional to d cube n, or q by d cube n is constant. So this q by d cube n ആണ് നമ്മൾ ഫ്ലോ കോഎഫിഷ്യന്റ് രീതിയിൽ പറയും, CQ. So CQ, flow coefficient CQ equal to q by d cube n. So this is the another parameter that we consider for model testing, q by d cube n, called capacity or flow coefficient. Now the third coefficient is power coefficient, CP. Power coefficient. Power coefficient derive ചെയ്യാനായിട്ട് you have this relation for shaft power, eta naught into WQH. Or P proportional to eta naught constant ആണ്, W constant ആണ്. So what I can write is P proportional to QH. W എടുക്കണമെന്നില്ല, P proportional to QH. Q proportionality already നമ്മൾ പറഞ്ഞു, തൊട്ട് മുമ്പത്തെ ഫിഗറിലുണ്ട്, സ്ലൈഡിലുണ്ട്. എന്താണ്? ഡിസ്ചാർജ് വാസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു? n cube d, sorry, n d cube അല്ല, n d cube. So you substitute, so P proportional to n cube d, sorry, n d cube into h
എച്ച് മാറ്റാം നമുക്ക്. എച്ച് എന്ന് പറയുന്നത് റൂട്ട് എച്ച് പ്രൊപ്പോർഷണൽ ടു എൻ ഡി. സോ എച്ച് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ഡി സ്ക്വയർ. അപ്പോൾ അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് പി പ്രൊപ്പോർഷണൽ ടു എൻ ഡി ക്യൂബ് ഇൻറ്റു എൻ സ്ക്വയർ d square. So what I have is p proportional to n cube d raised to 5. So that is written as p by n cube by d5. So this is called power coefficient Cp. So മൂന്ന് coefficients നമ്മൾ define ചെയ്തു. ഒന്ന് head coefficient, second flow coefficient, and third power coefficient. Now let us write the equation for model testing. So നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് geometrically similar ആയിട്ടുള്ള രണ്ട് turbines prototype. If you consider the prototype and model which are geometrically similar, you can write these equations. ഏതൊക്കെയാണ്? ഒന്ന് അതിന്റെ dp by dm. You can write one equation as dp by dm will be equal to bp by bm. The dp by dm എന്ന് പറയുന്നത് dp എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പിന്റെ റണ്ണർ ഡയമീറ്റർ, dm എന്ന് പറയുന്നത് മോഡലിന്റെ റണ്ണറിന്റെ ഡയമീറ്റർ. So dp by dm, dp is prototype diameter of the prototype runner, dm is diameter of the model runner, equal to bp by bm. bp is breadth and width of the wheel of prototype machine, and bm is that of model. So this will be constant. ഇതൊരു റിലേഷൻ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് when you test the model and prototype. അപ്പോൾ നമുക്ക് മോഡലിലെ വാല്യൂസ് അറിയാം, അതിന്റെ കറസ്പോണ്ടിങ് പ്രോട്ടോടൈപ്പിൽ എന്താണെന്ന് കാണാം. or if you have the model values, you can determine the corresponding values of the prototype. ഒരു equation അത്. Then another second equation is when you consider a model and prototype, the value of head coefficients are equal. So you can equate the head coefficient. അപ്പോൾ നമ്മൾ കൺസിഡർ മൂന്ന് coefficients equal ആയിരിക്കും for geometrically similar turbines. So head coefficient എന്ന് പറയുന്നത് നമ്മൾ എന്താ h by head coefficient is ch will be ch for the model, or ch for the prototype will be equal to ch for the model. അതാണ് ഇത് എഴുതിയേക്കുന്നത്. സി എച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? എച്ച് ബൈ എൻ സ്ക്വയർ ഡി സ്ക്വയർ ഹെഡ് കോഎഫിഷ്യൻ. സോ ദാറ്റ് ഈസ് എച്ച് പി ബൈ എൻ പി സ്ക്വയർ ഡി പി സ്ക്വയർ. എച്ച് പി എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പിന്റെ ഹെഡ്, എൻ പി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി പ്രോട്ടോടൈപ്പ് മെഷീൻ, ഡി പി ഇസ് ദി ഡയമീറ്റർ ഓഫ് ദി പ്രോട്ടോടൈപ്പ് റണ്ണർ. സോ എച്ച് പി ബൈ എൻ പി സ്ക്വയർ ഡി പി സ്ക്വയർ ഈസ് ഈക്വൽ ടു hm by nm square dm square. hm എന്ന് പറയുന്നത് head of the model turbine, nm speed of the turbine, dm is diameter of the runner of the model. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യാം, and finally you can write this equation. നമുക്ക് സ്പീഡിന്റെ റേഷ്യോ ആയിട്ടോ അതായത് നേരത്തെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ റൂട്ട് എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ ഡി സ്ക്വയർ. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. np square d square എന്ന് പറഞ്ഞ root, so that you can substitute and finally get this np by nm equal to root hp by root hm dm by dp. So this is your second equation. Similarly, you have this for the model and prototype. Flow coefficients are equal. Flow coefficient of CQ of the model or CQ of the prototype equal to CQ of the model. So QP by DP cube NP equal to QM by DM cube NM. Or you can write QP by QM. Then discharge in the discharge of the prototype by discharge of the model. QP by QM you can write. You'll be getting dp cube by dm cube np by nm. Now this np by nm you can substitute from the earlier equation. തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, ഹെഡ് കോഎഫിഷ്യന്റ് ഇക്വേഷൻ np by nm. So this equation 2 is substituted here.
equation 2 substituted. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. This one. So you can simplify it. dp cube ആണ്, ഇവിടെ dp ഉണ്ട്. So cancel one dp from here, and finally what we get is up by qm equal to dp square by dm square into root hp by 2. So this is your third equation. Model testing, you can use this equation. അപ്പോൾ നമ്മളിത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് മോഡലിലെ വാല്യൂസോ പ്രോട്ടോടൈപ്പിലെ വാല്യൂസോ തരും. What are the corresponding values in the model or prototype that will be asked. The equations use ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. Similarly, you can apply the third coefficient, power coefficient of the model and prototype are equal. That means Cp for the prototype will be equal to Cp for the model. If the two turbines are geometrically similar, so the equation apply a P by n cube d raised to 5 ആണ്. So Pp by np cube dp raised to 5. So this is the model prototype value, and this is the model value. Further again you can write this Pp by Pm. Pp എന്ന് പറയുന്നത് power of the prototype turbine, Pm is power of the model turbine. So Pp by Pm equal to ഇവിടെ ഇത് വരും എന്ന് പറയുന്നത് np by nm cube. ഇവിടെ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ it will be np by nm. np by nm നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ അഗെയിൻ ദിസ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇതേ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ്. ഇക്വേഷൻ 2 substituted here. Then we can simplify it and obtain the relation like this. Pp by Pm is equal to dp square by dm square into hp to the power 3 by 2 by hm to the power 3 by 2. So this is your equation. അപ്പോൾ നമ്മൾ പ്രോട്ടോടൈപ്പും മോഡലും ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരുവാണെങ്കിൽ we will be using these relations to solve the values, to solve the problem. Okay. Now let us discuss the governing of the turbine. എന്താണ് turbine governing എന്ന് പറയുന്നത് എന്താണ്? What do you mean by governing of the turbine? Turbine governing എന്താണ്? What do you mean by governing of the turbine? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ. മെത്തേഡ് ഈ പറയുന്ന മെത്തേഡ്സും പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു ടർബൈൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഗവേണിംഗ് ഓഫ് ദ ടർബൈൻ മീൻസ് കൺട്രോളിംഗ് ഓഫ് ദ ടർബൈൻ. What is the need for controlling the turbine? എന്തിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്? സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്യണം. അക്കോർഡിംഗ് ടു വാട്ട്? സ്പീഡ് എങ്ങനെ മാറുന്നത്? ടർബൈന്റെ സ്പീഡ് എങ്ങനെ വേരി ചെയ്യുന്നത്? അതിലെ ലോഡ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ല. നമ്മൾ നോർമലി ടർബൈൻ അക്കോർഡിംഗ് ടു ദ ടർബൈൻ വിൽ ബി ഓപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദ ലോഡ് റിക്വയർമെന്റ്. നമ്മൾ ടർബൈൻ നോർമലി റൺ ചെയ്യുന്നത് സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് 1000 RPM corresponding to the set load of 100 megawatt. ആ 1000 RPM എന്നുള്ളത് മാറുന്ന എപ്പോഴാണ്? ലോഡ് വേരി ചെയ്യുമ്പോൾ. അപ്പൊ ടർബൈനിലുള്ള ലോഡ് കുറയാണ്. ടർബൈൻ ജനറേറ്ററിന്റെ ടർബൈൻ ഈസ് കപ്പിൾഡ് ടു ദി ജനറേറ്റർ. സോ വെൻ ദ ലോഡ് ഓഫ് ദ ടർബൈൻ ഈസ് റെഡ്യൂസ്ഡ് 100 മെഗാവാട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടാത്തപ്പോൾ എന്താ വരിക? ഈ ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണം. നമുക്ക് അത്രയും ആവശ്യമില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം? യു ഹാവ് ടു വാരി ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ദാറ്റ് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ റണ്ണർ. അതുപോലെ തന്നെ ഇപ്പൊ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് 1000 RPM ടു ജനറേറ്റ് 100 മെഗാവാട്ട്, നിങ്ങൾ ലോഡ് കൂട്ടുകയാണ്, എന്ത് പറ്റും? ടർബൈന്റെ സ്പീഡ് കുറയും. കാരണം അത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്പീഡ് ആൻഡ് അതിന്റെ ക്വാണ്ടിറ്റി നോട്ട് അവൈലബിൾ. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ഹാവ് ടു ഇൻക്രീസ് ദ സ്പീഡ്. സോ യു ഹാവ് ടു അഡ്മിറ്റ് മോർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അപ്പൊ ലോഡ് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിന്റെ
സപ്ലൈ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം in order to regulate or maintain the speed of the turbine. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനാണ് ഗവേണിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നമ്മൾ പെൽട്ടൺ ടർബൈൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്താണ് അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അവിടെ കൺട്രോളിംഗ് ആയിട്ട്. എന്താണ് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്? പെൽട്ടൺ ടർബൈൻ്റെ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ I mentioned about two parts there. ഏതൊക്കെയാണ് ആ രണ്ട് പാർട്ട്? പെൽട്ടൺ ടർബൈൻ്റെ ഒരു സ്പിയർ കൺട്രോൾ അവിടെ പറഞ്ഞു. ഒരു നോസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസൈഡ് ദാറ്റ് നോസിൽ യു ഹാവ് എ സ്പിയർ വിച്ച് ക്യാൻ അഡ്വാൻസ് ആൻഡ് മൂവ് ബാക്ക്വേർഡ് അക്കോർഡിംഗ് ടു ദ നീഡ്. അവിടെ എന്താ സ്പിയർ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്താ സംഭവിക്കുക? കേസിൽ എന്തായിരുന്നു? ആ ഫ്ലോ ഏരിയ മാറും. നോസിന്റെ ഫ്ലോ ഏരിയ മാറുമ്പോൾ അവിടെ ഫ്ലോ ഏരിയ മാറുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്കറിയാം എന്താണ്? ഡിസ്ചാർജിന്റെ ക്വാണ്ടിറ്റി മാറും. അതുപോലെ ഡിഫ്ലക്ടർ എന്നും പറഞ്ഞിട്ട് ഒരു പാർട്ട് നമ്മൾ പറഞ്ഞു. എന്താ ഡിഫ്ലക്ടർ എന്ന് എന്തായിരുന്നു? അതായത് ടർബൈൻ നോസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വാട്ടർ ജെറ്റിനെ ടർബൈനിൽ സ്ട്രൈക്ക് ചെയ്യാതെ ഡിഫ്ലക്ട് ചെയ്ത് മാറ്റാനായിട്ട്, അതായത് വേറെ നേരെ ടർബൈൻ നിന്ന് ടെയിൽറീസിലോട്ട് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഡിഫ്ലക്ട് ദ വാട്ടർ ജെറ്റ് യൂസിങ് എ ഡിഫ്ലക്ടർ. അത് നോർമൽ പാത്തിൽ നിന്ന് മാറി വേറെ പാത്തിൽ കൂടി ടെയിൽറീസിലോട്ട്. അപ്പൊ ടർബൈന്റെ സ്പീഡ് കുറയും. അപ്പൊ അത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ. അപ്പൊ ഇമ്പൾസ് ടർബൈൻസിൽ ആ രീതിയിലാണെങ്കിൽ പെൽട്ടൺ റിയാക്ഷൻ ടർബൈൻസ് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ അതിന്റെ കേസ് പറഞ്ഞു? അവിടെ സ്പിയർ കൺട്രോളിംഗ് അല്ല, അവിടെ നമ്മൾ പറഞ്ഞത് ഗൈഡ് വെയിൻസ് ആണെന്ന് പറഞ്ഞു. ഗൈഡ് വെയിൻസിന്റെ ഇപ്പൊ നമ്മൾ രണ്ട് ഗൈഡ് വെയിൻസിന്റെ അഡ്ജസന്റ് ഗൈഡ് വെയിൻസിന്റെ ഇടയ്ക്കുള്ള സ്പേസ് എന്താണോ ആ സ്പേസിൽ കൂടെയാണ് വാട്ടർ എൻ്റർ ചെയ്യുന്നത്. ദാറ്റ് ഏരിയ യു ക്യാൻ വെരി ബൈ അഡ്ജസ്റ്റിംഗ് ദ ഗൈഡ് വെയിൻ. ഗൈഡ് വെയിൻസ് നമ്മൾ പറയുമ്പോൾ അഡ്ജസ്റ്റബിൾ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നതാണ്. അത് നമുക്ക് ഈ ഗൈഡ് വെയിൻസ് റണ്ണറിന്റെ ചുറ്റിലുമായിട്ട് ഗൈഡ് വീൽസ് കാണാം. ഈ ഗൈഡ് വീൽ എന്ന് പറയുന്ന രണ്ട് റിങ്, ആ റിങ്ങിലാണ് ഈ പറയുന്ന ഗൈഡ് വെയിൻസ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഗൈഡ് വെയിൻസ് എല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് ദിസ് റിംഗ് കണക്ടിങ് ദ ഗൈഡ് വെയിൻ ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു ദ ആക്ച്വേറ്റർ. അപ്പൊ ഈ ഗൈഡ് വെയിൻസിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ നമുക്ക് ആവശ്യമായ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അഡ്ജസന്റ് ഗൈഡ് വെയിൻസ് തമ്മിലുള്ള ഏരിയ വേരി ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് വിൽ റെഗുലേറ്റ് ദി ഫ്ലോ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് എൻറ്ററിങ് ദി ടർബൈൻ റണ്ണർ. അപ്പൊ ഇത് രണ്ട്, വെദർ ഇറ്റ് ഈസ് റിയാക്ഷൻ ടർബൈൻ ഓർ ഇമ്പൾസ് ടർബൈൻ, ഇതിന്റെ ആ ഗവേണിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. അവിടെ ഇറ്റ് ഈസ് യൂസിങ് എ ഓയിൽ പ്രഷർ ഗവർണർ. ഒരു സെൻട്രിഫ്യൂഗൽ ഗവർണർ മെക്കാനിസം അതെന്താന്നുള്ളത് പറയാം നമുക്കിപ്പോൾ. അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. സോ യു വിൽ ബി യൂസിങ് അതിന്റെ ആ ഗൈഡ് വെയിൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മെക്കാനിസം ഇറ്റ് ഈസ് ആൻ ഓയിൽ പ്രഷർ ഗവർണർ ഓർ ദ മെക്കാനിസം വിച്ച് മേക്സ് ദാറ്റ് സ്പിയർ ടു മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇൻ ദ കേസ് ഓഫ് പെൽട്ടൺ ടർബൈൻ, or the mechanism that adjusts that move the deflector. That is called a centrifugal oil pressure governor. അപ്പൊ അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതെന്താണ്? സ്പിയർ കൺട്രോൾ ആണ്. സ്പിയർ കൺട്രോൾ എന്ന് പറയുന്നത് നോസിൽ വി ഹാവ് എ സ്പിയർ വിച്ച് ക്യാൻ മൂവ് ടു ആൻഡ് ഫ്രോ. അപ്പൊ ഇത് ഫോർവേഡ് ഡയറക്ഷനിൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ ഈ നോസിൽ ഓപ്പണിംഗ് ഏരിയ ദാറ്റ് വിൽ ബി വാരിയിങ്. ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പോകുമ്പോൾ കൂടുതൽ ഫ്ലോ ഏരിയ വരും, ഡിസ്ചാർജ് കൂടും. ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഈ നോസിലിന്റെ ഏരിയ, ഓപ്പണിംഗ് ഏരിയ ദാറ്റ് വിൽ ബി റിഡ്യൂസ്ഡ് സോ ദാറ്റ് ദ ഫ്ലോ റേറ്റ് വിൽ ബി റിഡ്യൂസ്ഡ്. ഇത് സ്പിയർ കൺട്രോളിങ്ങിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. ഡിഫ്ലക്ടർ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ പറഞ്ഞു, ഇതുപോലെ ഈ വരുന്ന ഇവിടെ ഒരു മൂവിംഗ് പാർട്ട് കാണും. ദാറ്റ് വിൽ ബി കൺട്രോൾഡ് ഓർ ആക്ച്വേറ്റഡ് ബൈ സം അതർ മെക്കാനിസം. അത് ആ മെക്കാനിസം ആണ് ഞാൻ ഗവർണർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ അതിലോട്ട് പോവാം നമുക്ക്. ഈ ഡിഫ്ലക്ടർ ചെയ്യുന്ന എന്താണ്? ഈ ജെറ്റിൽ നിന്ന് വരുന്ന, ഈ നോസിലിൽ നിന്ന് വരുന്ന വാട്ടർ ജെറ്റിനെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അതേ തട്ടിയിട്ട് അത് നോർമൽ പാത്ത്, നോർമലി ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് എവിടേക്ക് നിന്ന് സ്ട്രൈക്ക് ചെയ്യും? പെൽട്ടൺ ടർബൈന്റെ റണ്ണറിലോട്ട് പോയി സ്ട്രൈക്ക് ചെയ്യേണ്ടതാണ്. സോ വെൻ യു കീപ് ആൻ ഒബ്സ്ട്രക്ഷൻ ഇൻ ഇറ്റ്സ് പാത്ത്, ദാറ്റ് ജെറ്റ് വിൽ ഗെറ്റ് ഡിഫ്ലക്റ്റഡ്. അപ്പൊ അതാണ് അവിടെ വരുന്നത്. ഇപ്പൊ ജെറ്റ് ഡിഫ്ലക്ടർ നമ്മൾ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, സ്പിയർ കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ടർബൈന്റെ ലോഡ് കുറയുമ്പോൾ, സപ്പോസ് യു വാണ്ട് ടു സ്റ്റോപ്പ് ദ ടർബൈൻ, അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ലോവർ ലോഡിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പിയർ കൺട്രോളിംഗ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ
if you suddenly close that valve, what will happen? ഒരു വാൽവ് പെട്ടെന്ന് നിങ്ങൾ ക്ലോസ് ചെയ്ത് എന്താ പറ്റുക? പെൻസ്റ്റോക്സിൽ വാട്ടർ ഹാമർ ഉണ്ടാവും. വാട്ടർ ഹാമർ എന്താന്ന് നമ്മൾ പറഞ്ഞു. When you close a valve suddenly, there will be flow reversal, pressure fluctuation, large pressure fluctuations inside the penstock, and that may cause the penstock to get burst. അതിനാണ് നമ്മൾ വാട്ടർ ഹാമർ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം വാട്ടർ ഹാമറിങ് എഫക്ട് നമുക്ക് പാടില്ല. അപ്പൊ ഈ സ്പിയർ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഗ്രാജുവലി ആയിരിക്കണം, അല്ലെങ്കിൽ ലോവർ ലോഡ്സ് ആണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല. പക്ഷെ ഹൈ ലോഡിൽ നിൽക്കുമ്പോൾ നമ്മൾ വാൽവ് പെട്ടെന്ന് അടച്ചു കഴിഞ്ഞാൽ അത്ര ഹൈ പ്രഷറിലുള്ള വാട്ടർ അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് ദാറ്റ് വിൽ ബി ക്രിയേറ്റ് വാട്ടർ ഹാമർ ഇഫക്ട്. അപ്പൊ അത് വാട്ടർ ഹാമർ ഇഫക്ട് ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അത് ഹയർ ലോഡ്സ് വരുമ്പോൾ സ്പിയർ കൺട്രോളിംഗ് അല്ല നമുക്ക് കൂടുതൽ വരുന്നത്. അപ്പൊ അന്നേരമാണ് നമ്മൾ ഡിഫ്ലക്ടറിന്റെ യൂസ് വരുന്നത്. അപ്പൊ ഡിഫ്ലക്ടർ വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ടർബൈനിലോട്ട് എൻ്റർ ചെയ്യുന്ന വാട്ടർ ക്വാണ്ടിറ്റി കുറയും. അറ്റ് ദ സെയിം ടൈം പെൻസ്റ്റോക്സ് നമുക്ക് വാൽവ് നമ്മൾ അടയ്ക്കുന്നില്ല, അതുകൊണ്ട് ആ ഫ്ലോ നടക്കും. പെൻസ്റ്റോക്സ് വഴി വരുന്ന ഫ്ലൂയിഡ് നേരെ ടർബൈനിലോട്ട് എൻ്റർ ചെയ്യാതെ ദാറ്റ് വിൽ ബി ഡിഫ്ലക്റ്റഡ് ഓൺ ടു ദി ഡിഫ്ലക്റ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഡിസ്ചാർജിങ് ഡയറക്ട്ലി ടു ദ ടെയിൽ പീസ്. അപ്പൊ ഫ്ലോ നടക്കും, പക്ഷെ ടർബൈനിലോട്ട് എൻ്റർ ചെയ്യുന്നില്ല. അപ്പൊ ടർബൈന്റെ സ്പീഡും കൺട്രോൾഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വാട്ടർ ജെറ്റ് ഡിഫ്ലക്റ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. By that time we can adjust the spear control so that finally we can set the turbine at the desired speed. But governing mechanism എന്ന് പറയുന്നത് ഈ ഒരു സ്കീമാറ്റിക് ഡയഗ്രം നോക്കുക. ഈ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ what you can see is you have a centrifugal governor. ഇതാണ് centrifugal governor എന്ന് പറയുന്നത്, ഈ ഒരു പാർട്ട്. So this is the part, the centrifugal governor. This is connected to this shaft of the turbine. So this is connected to the shaft of the turbine. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഗവർണർ ഒരു ഫ്ലൈവീൽ മെക്കാനിസം ആണ്. ഇവിടെ നോക്കി, it has an arm, ഫ്ലൈ ബോൾസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഫ്ലൈ ബോൾ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും. നിങ്ങൾ ഒരു ഇതുപോലത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും, കൊച്ചു പിള്ളേർ കളിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടാവും, ചുഴറ്റി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ രണ്ട് എൻഡിലുള്ള ഈ ഫ്ലൈ ബോൾസ് ദാറ്റ് വിൽ ബി മൂവിങ് ഔട്ട്വേർഡ് ഡയറക്ഷൻ. നല്ല സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലൈ ബോൾസ് പുറത്തോട്ട് പോകും. അതേസമയം നമ്മൾ സ്പീഡ് കുറയ്ക്കുന്നതനുസരിച്ച് ദാറ്റ് വിൽ ബി ദ ആംസ് ഓഫ് ദാറ്റ് ഗവൺ ദാറ്റ് വിൽ മൂവ് ഇൻവേർഡ്. അപ്പോൾ ഫ്ലൈ ബോൾ, അപ്പൊ ആ മൂവ്മെന്റിനനുസരിച്ചിട്ടാണ് ഇത് കൺട്രോൾഡ് ആവുന്നത്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഇവിടെ ഒരു സ്ലീവ് കാണാം നിങ്ങൾക്ക്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ദിസ് ഫ്ലൈ ബോൾ, ദിസ് സ്ലീവ് ക്യാൻ മൂവ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. ഇതിനെ മേലോട്ടും താഴോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സ്ലീവിന്, ഈ സ്ലീവ് ഔട്ട് ഫ്ലൈ ബോൾസ് വെളിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മൂവിങ് അപ്പ്, ആൻഡ് വെൻ ദേ മൂവ് ഇൻവേർഡ് ഡയറക്ഷൻ ഇറ്റ് വിൽ മൂവ് ഡൗൺ. അപ്പൊ ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഈ പറയുന്ന ഈ മൂവ്മെന്റ്, ഈ സ്ലീവിന്റെ മൂവ്മെന്റ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദിസ് ലിവർ, ഈ മെയിൻ ലിവറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ലിവർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിന് കിട്ടുന്ന മോഷൻ അത് ഇവിടെ ഒരു റിലേ വാൽവ് ഉണ്ട്. റിലേ വാൽവ് ഓയിൽ ചേംബർ. അപ്പൊ ഈ പിസ്റ്റനെ മൂവ് ചെയ്യും. ഈ പിസ്റ്റൺ റോഡിനെ മൂവ് ചെയ്യും. ഈ പിസ്റ്റൺ മൂവ്മെന്റ്, ഈ പിസ്റ്റൺ റോഡ് രണ്ട് പിസ്റ്റൺ ഉണ്ട്. ഒരു പിസ്റ്റൺ ഇവിടെ നിങ്ങൾക്ക് കാണാം, വൺ പിസ്റ്റൺ ഹിയർ ആൻഡ് ദ സെക്കൻഡ് പിസ്റ്റൺ ദിസ്. ഈ രണ്ട് പിസ്റ്റന്റെ ഇടയ്ക്കാണ് ഈ സമ്പി എന്നുള്ള ഓയിൽ പമ്പ് ചെയ്യുന്നത്. സോ ദിസ് ഓയിൽ ഈസ് പമ്പ് ടു ദിസ് പോർഷൻ. ഇവിടെ ഈ ഒരു ആരോ കാണിച്ച് ഈ പോർഷനിലാണ് ഈ രണ്ട്. സോ ദിസ് ഈസ് വൺ ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് പിസ്റ്റൺ. സോ ദിസ് ഓയിൽ ഈസ് പമ്പ് ടു ദ സ്പേസ് ബിറ്റ്വീൻ ദീസ് ടു. ഈ രണ്ട് ഇതിന് ഇടയ്ക്കുള്ള സ്പേസിലാണ് ഓയിൽ വന്ന് ഈ ചേമ്പറിൽ എൻറ്റർ ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് ദ ലോഡ് ഓൺ ദ ടർബൈൻ ഇൻക്രീസസ്. ടർബൈനിലെ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ലോഡ് കൂടുമ്പോൾ സ്പീഡ് കുറയും. സ്പീഡ് കുറയുമ്പോൾ ടർബൈൻ്റെ ഷാഫ്റ്റുമായിട്ടാണ് ഈ പറയുന്ന സെൻട്രിഫ്യൂഗൽ കൗണ്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്പീഡ് കുറയും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ആം വിൽ ബി മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇത് ചുരുങ്ങും, അകത്തോട്ട് വരും. അകത്തോട്ട് വരുമ്പോൾ സ്ലീവ് താഴോട്ട് വരും. സോ ദിസ് സ്ലീവ് വിൽ മൂവ് ഡൗൺവേർഡ്. ദിസ് സ്ലീവ് വിൽ ഗെറ്റ് ദെൻ മൂവ് ഡൗൺവേർഡ്. ഇത് താഴോട്ട് വരുമ്പോൾ ഈ ഒരു നോക്കുക, ഇവിടെ ഒരു ഫൾക്രം ഉണ്ട്. സോ ദിസ് പാർട്ട് ഓഫ് ദ ലിവർ വിൽ മൂവ് അപ്പ്. ദിസ് പാർട്ട് വിൽ മൂവ് അപ്പ്.
അല്ലേ? ഇത് ഇത് ഈ ലിവറിന്റെ ഈ സൈഡ് താഴോട്ട് പോകുമ്പോൾ ഈ സൈഡ് മേലെ പോവും. ഇത് പോകുമ്പോൾ എന്ത് സംഭവിക്കാം? ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഈ ഡയറക്ഷൻ മേലോട്ട് മൂവ് ചെയ്യും. ഇത് മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഈ രണ്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു ഓപ്പണിംഗ് ഇവിടെയുണ്ട്. അതായത് ഈ ചേമ്പറിൽ നിന്ന് ഈ ചേമ്പറിലെ ഫ്ലൂയിഡ് പുറത്തോട്ട് പോകാനായിട്ട് രണ്ട് പോർട്ട് ഉണ്ട്. ഒരു പോർട്ട് ഇവിടെ ഉണ്ട്, ഒരു പോർട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ പിസ്റ്റൺ മേലോട്ട് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഫ്ലൂയിഡ് സമ്പിൽ നിന്ന് എൻ്റർ ചെയ്യുന്നത് ഇവിടേക്കാണ്. ഇവിടെയാണ് ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നത്. ഈ രണ്ട് ഇതിനിടയ്ക്കുള്ള സ്പേസിലാണ്. അപ്പൊ ഈ പിസ്റ്റൺ മേലോട്ട് പോകുമ്പോൾ ഈ പിസ്റ്റൺ റോഡ് മേലോട്ട് പോകുമ്പോൾ ഈ പോർട്ട് ഓപ്പൺ ആവും. ഇവിടെയുള്ള പോർട്ട് ഓപ്പൺ ആവും. ഈ പോർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ ഉണ്ടാവുള്ളൂ. ഈ പോർട്ട് ഇത് മേലെ അല്ല പോകുന്നത്. അപ്പൊ ഈ പോർട്ട് ഇത് ക്ലോസ്ഡ് ആയിരിക്കും. സോ ദ ഫ്ലൂയിഡ് that enter the oil that present in this chamber, that will be moving this side. അത് ഈ പോർട്ട് വഴി ഇവിടെ ഒരു സെർവോ മോട്ടറിന്റെ സെർവോ മോട്ടർ. അപ്പൊ ആ ഫ്ലൂയിഡ് ഇതുവഴി വന്ന് ഇവിടെ ഫില്ല് ചെയ്യും. ഫിൽഡ് ആവുമ്പോൾ എന്താ സംഭവിക്കും? ഈ സൈഡിൽ ഓയിൽ പ്രഷർ വരുമ്പോൾ ദിസ് വിൽ ബി മൂവിങ് ദിസ് ഡയറക്ഷൻ. ഈ പിസ്റ്റൺ റോഡ് ഈ ഡയറക്ഷൻ മൂവ് ചെയ്യും. ഈ പിസ്റ്റൺ റോഡിന്റെ എൻഡിലാണ് സ്പിയർ കാണുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ നോസിലിന്റെ ഏരിയ കൂടും. പിസ്റ്റൺ ഈ ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ the area will increase so that more quantity of water will flow to the turbine. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ ലോഡ് കൂടുമ്പോൾ സ്പീഡ് കുറയുന്ന കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ ഓപ്പണിംഗ് കൂടുമ്പോൾ കൂടുതൽ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ടർബൈനിന്റെ സ്പീഡ് കൂടും. ഇനി തിരിച്ചുള്ള കേസ് നോക്കുക. when the load on the turbine decreases, what happens? ടർബൈനിന്റെ ലോഡ് കുറയുമ്പോൾ സ്പീഡ് കൂടുമ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഗവർണേഴ്സിന്റെ ഈ ഫ്ലൈ ബോൾസ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അത് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചുള്ള പ്രോസസ് വരും. ഇത് സ്ലീവ് മൂവ് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷൻ സ്ലീവ് മൂവ് ചെയ്യും. അതായത് ഈ ലിവറിന്റെ ഈ സൈഡ് മേലോട്ട് പോകുമ്പോൾ ഈ സൈഡ് താഴോട്ട് വരുമ്പോൾ ഇത് താഴോട്ട് മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ പോർട്ട് അടയും. നേരം ഈ പോർട്ട് ഓപ്പൺ ആവും. കാരണം ഈ ഫ്ലൂയിഡ് ഈ പോർട്ട് ഇത് താഴെ വരുമ്പോൾ ഈ പോർട്ട് ആയിരിക്കും ഇതിന്റെ അകത്ത് വരിക. ദെൻ ഫ്ലൂയിഡ് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വിൽ occupy the left side of that piston. സെർവോ മോട്ടർ ലെഫ്റ്റ് സൈഡിൽ വരും. ഇവിടെ ഓയിൽ എൻ്റർ ചെയ്ത് ആ ഓയിൽ പ്രഷർ കൊണ്ട് ദിസ് വിൽ ബി മൂവിങ് towards right, so that this area will now get reduced. Area reduced ആവുമ്പോൾ ഫ്ലോ റേറ്റ് കുറയുമ്പോൾ സ്പീഡ് കുറയും. This is how the governor mechanism works. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി നോക്കുക. ഈ ഡിഫ്ലക്ടർ ഈസ് ആൾസോ കണക്റ്റഡ് ടു ദിസ്. ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ലിവറിന്റെ ഈ മെയിൻ ലിവർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ലിവറും കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ ലിവറയിലാണ് ഇവിടെ ഈ ഡിഫ്ലക്ടർ. അപ്പൊ ഇത് റിക്വയർമെന്റ് അനുസരിച്ച് ഇതിന്റെ മൂവ്മെന്റും കൺട്രോൾ ചെയ്യുന്നത് ഈ സെൻട്രിഫ്യൂഗൽ കൗണ്ടർ വെച്ച് തന്നെയാണ്. സോ ദിസ് ഇസ് ഹൗ ദി കമ്പൈൻഡ് സ്പിയർ കൺട്രോൾ ആൻഡ് ഡിഫ്ലക്ടർ ഗവേണിംഗ് മെക്കാനിസം വർക്ക്സ്. Okay. Now this is the reaction turbine governing. അപ്പൊ ഇവിടെയും യൂസ് ചെയ്യുന്ന ഗവേണിംഗ് എന്ന് പറയുന്ന സെൻട്രിഫ്യൂഗൽ ഗവർണർ തന്നെയാണ്. only thing the difference between that for Pelton turbine and that for the reaction turbine is that Pelton turbine സ്പിയർ കൺട്രോൾ ആൻഡ് ഡിഫ്ലക്ടർ ആണെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഗവർണർ സെൻട്രിഫ്യൂഗൽ ഗവർണർ മൂവ് ചെയ്യിക്കുന്നത് ഈ പറയുന്ന ഗൈഡ് വീലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഇതാണ് ഗൈഡ് വീൽ. ആ ഗൈഡ് വീൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ലിവേഴ്സിലാണ്. രണ്ട് കണക്റ്റിംഗ് റോഡ് വരും. ഈ കണക്റ്റിംഗ് റോഡ് കണക്റ്റഡ് ടു ദിസ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് ഈ സെർവോ മോട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെർവോ മോട്ടറാണ് നമ്മൾ നേരത്തെ ഉള്ള ഫിഗറിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സെർവോ മോട്ടർ. അപ്പോൾ ഇവിടെ ഈ സ്പിയർ കൺട്രോളിന് പകരം ഈ ഒരു പാർട്ടിന് പകരം ഇവിടെ ചെയ്യുന്നത് അതേ മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെൻട്രിഫ്യൂഗൽ ഗവർണർ അതേ മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഗൈഡ് വീലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിന്റെ സ്ലൈഡിലുണ്ട്. യു ഗോ ത്രൂ ഇറ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഇതിന് സംശയം ഉണ്ട് ചോദിക്കാം.
അപ്പോൾ മൺഡേ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽസ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കുറച്ച് 1-2 പ്രോബ്ലംസ് ചെയ്യാൻ പെൻഡിങ് ഉണ്ട്. അതും ആൻഡ് whatever topic we covered in the second module, based on that also we will have 1 or 2 tutorial sessions. Okay. Yes, sir. Okay then. Thank you.